ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സിനെ ഓൾഡർ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഓൾഡർ ഡ്രഗ്സ് മീൻസ് ദീസ് മെഡിസിൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് മെനി ഇയേഴ്സ് എഗോ. Okay, and were the first antipsychotics available for treatment. അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ആയിരുന്നു ആ സമയത്തെ ആന്റിസൈക്കോട്ടിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു 1950s ഒക്കെ തൊട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതാണ്. ഇനി എന്താണ് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ ഈ FGAs എന്ന് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ജനറേഷന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ബ്ലോക്ക് ഡോപ്പമിൻ, ദാറ്റ് ഇസ് D2 receptors. It block dopamine D2 receptors. Okay, what does this mean? So in our brain we have many chemicals that is called neurotransmitters. നമ്മൾ അത് പറഞ്ഞു. അതിലൊന്നാണ് ഏത്? Dopamine. One of them is called dopamine. So this dopamine helps in controlling mood, movement, thinking and feeling of pleasure. ഇങ്ങനെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഒരാൾക്ക് മെന്റൽ ഡിസോർഡേഴ്സ്, ഇപ്പം സ്കിസോഫ്രീനിയ ഉണ്ടെന്നിരിക്കട്ടെ, ഓക്കെ, അയാളുടെ ഡോപ്പമിൻ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ടു മച്ച് ഡോപ്പമിൻ ആക്ടിവിറ്റി ആയിരിക്കും ഇൻ ദ സർട്ടൻ പാർട്സ് ഓഫ് ബ്രെയിൻ. സോ ഈ ഓവർ ആക്ടിവിറ്റി കാരണം അയാൾക്ക് ഹാലൂസിനേഷൻ, അതായത് സീയിങ് ഓർ ഹിയറിംഗ് തിങ്സ് ദാറ്റ് ആർ നോട്ട് ദെയർ, അല്ലെങ്കിൽ ഡെലൂഷൻ, അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള തിങ്കിങ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ്, okay, this first generation antipsychotic drugs work by blocking the dopamine D2 receptors. Okay, D2 receptor എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇങ്ങനെ നമുക്ക് വിചാരിക്കാം, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ഡോർ ഓൺ ദ നെർവ് സെൽസ്. ഓക്കെ, വെൻ ഡോപ്പമിൻ ട്രൈസ് ടു എൻറ്റർ ആൻഡ് ആക്ട്, അതായത് ഡോപ്പമിൻ അകത്തേക്ക് പ്രവേശിച്ച് ആക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ ഡോറാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഡോപ്പമിനെ നമുക്കൊരു കീ ആയിട്ടും ഈ പറഞ്ഞ ഡോപ്പമിൻ D2 റിസപ്റ്ററിനെ നമുക്കൊരു ലോക്ക് ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ ഈ കീ വന്ന് ഈ ലോക്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോഴാണ് എന്താവുന്നത്? ഈ ഡോപ്പമിൻ ആക്ടിവേറ്റ് ആകുന്നത്. അപ്പൊ ഈ ലോക്ക് ഓപ്പൺ ആവണം അല്ലെ, ഈ കീയെ സ്വീകരിക്കാനായിട്ട് ആ റിസപ്റ്റർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡോറിനെ അല്ലെങ്കിൽ ഈ ലോക്കിനെ അതെന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്കൊരു കീ ഉണ്ട്, ആ ലോക്കാണ് ഇവിടുത്തെ D2 റിസപ്റ്റർ എന്ന് പറയുന്നത്. ഈ കീ എന്താണ്? ഡോപ്പമിൻ ആണ്. അപ്പൊ ഈ കീ ഈ ലോക്കിലേക്ക് വന്നാൽ മാത്രമേ അവിടെ ഡോപ്പമിൻ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഈ ലോക്ക് എന്ത് ചെയ്യും? ഈ ഡ്രഗ് വന്നിട്ട് അങ്ങ് മറച്ചു വെക്കും, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഈ കീക്ക് ആക്ടിവേറ്റ് ആകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കൂടുതലായിട്ടുള്ള ഡോപ്പമിന്റെ ആക്ടിവിറ്റി കുറയും. സോ ദിസ് ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ് വർക്ക് ബൈ ബ്ലോക്കിംഗ് ദ ഡോപ്പമിൻ D2 റിസപ്റ്റേഴ്സ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്? ഡോപ്പമിൻ cannot act, so the symptoms of psychosis reduce and it decrease hallucination and delusions. Because dopamine is blocked, the main psychotic symptoms like hallucination, delusions come down. So the person feels more touched with the reality. Okay, then we already said that this antipsychotic drugs work by blocking dopamine D2 receptors. പക്ഷേ ഒരു കാര്യമുണ്ട്, these drugs don't only block dopamine in the part of the brain that cause psychotic symptoms, they also block dopamine in other areas of the brain. ഓക്കെ, ഇവര് ഈ റിസപ്റ്റേഴ്സിൽ മാത്രമായിരിക്കത്തില്ല ഈ ഡ്രഗ് ബ്ലോക്ക് ചെയ്യുന്നത്, ബ്രെയിനിന്റെ ബാക്കിയുള്ള ഏരിയാസിലും ഡോപ്പമിൻ ആക്ടിവേറ്റ് ആകുന്നതിനെ ഇവരങ്ങ് ബ്ലോക്ക് ചെയ്യും ഈ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. ഓക്കെ, അങ്ങനെ വരുമ്പം നമ്മുടെ ബോഡിയിലെ ഈ മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിനാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. One important area is called that is basal ganglia. So this part of the brain help us to control our movements,
ഓക്കെ, നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ലൈക്ക് വാക്കിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ്, ഹോൾഡിംഗ് തിങ്സ് സ്റ്റെഡിലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ബേസൽ ഗാംഗ്ലിയാണ് സഹായിക്കുന്നത്. അപ്പൊ ഈ ബേസൽ ഗാംഗ്ലിയ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബേസൽ ഗാംഗ്ലിയക്ക് ദേ നീഡ് ഗുഡ് എമൗണ്ട് ഓഫ് ഡോപ്പമിൻ. പക്ഷെ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എന്ത് ചെയ്തു? ഈ D2 റിസപ്റ്റേഴ്സിനെ D2 റിസപ്റ്റേഴ്സിന്റെ അവിടെ ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്ത കൂട്ടത്തില് ബേസൽ ഗാംഗ്ലിയയും കൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അവരിങ്ങനെ തെരഞ്ഞു പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ പോകത്തില്ല, അവർക്ക് പറ്റുന്നിടത്തൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോ ബേസൽ ഗാംഗ്ലിയയും കൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. സോ ഫോർ ദ ബേസൽ ഗാംഗ്ലിയ to work properly, it needs good amount of dopamine. Okay, but when this antipsychotic drugs block dopamine here, as a result the person may develop movement problems. അതായത് ആൾക്ക് എന്താണ് സ്റ്റേഡ്ലി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ട്രെമേഴ്സ്, സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ ഒരു പ്രോബ്ലംസിനെ, ഈ ഒരു മൂവ്മെന്റ് പ്രോബ്ലംസിനെയാണ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. ഓക്കെ, എന്താണ് പറയുന്നത്? എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സിന്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് ഈ പറഞ്ഞ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയയെ നമ്മൾ എക്സ്ട്രാ പിരമിഡൽ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് പറയുന്നു. ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയയിലാണ് ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ലെസ് മെറ്റബോളിക് ഇഷ്യൂസ് ലൈക്ക് വെയിറ്റ് ഗെയിൻ, ഡയബറ്റിസ്. വൺ ഗുഡ് തിങ് ഈസ് ദർ, ദീസ് ഓൾഡർ ഡ്രഗ്സ്, ഓക്കെ, ഈ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഓൾഡർ ഡ്രഗ്സ് ദാറ്റ് ഡോണ്ട് കോസ് മച്ച് മെറ്റബോളിക് പ്രോബ്ലംസ്. That means patient taking them are less likely to have obesity അല്ലെങ്കിൽ ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ലെസ് കോമൺ ആണ്. തീർത്തും ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് ഇത് കുറവാണ്. ഓക്കെ, കൂടുതൽ പ്രശ്നം എന്താണ്? എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ആണ്. സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ട്രെമർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈസി ട്രിക്ക് ടു റിമെമ്പർ ദിസ് സൈഡ് എഫക്ട്സ്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ദിസ് സിമ്പിൾ ഐഡിയ. ഓൾഡ് ജനറേഷൻ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ്. നമുക്കറിയാം പണ്ടുള്ള ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, അല്ലെ? അവർക്ക് ഭയങ്കര മൂവ്മെന്റ് കൂടുതലായിരുന്നു. എപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഇങ്ങനെ ദേ വർക്ക് ഓൺ ഫാംസ്, അല്ലെങ്കിൽ ദേ ഓൾവേസ് മൂവിങ്, ദേ വാക്കിംഗ്, ദേ ലിഫ്റ്റിംഗ്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സോ ദെയർ പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു മൂവ്മെന്റ്. ഇപ്പൊ ഫസ്റ്റ് ജനറേഷന്റെ പ്രോബ്ലംസ് കൂടുതൽ എന്താണ്? മൂവ്മെന്റ് റിലേറ്റഡ് ആണ്, എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ആണ്. സെക്കൻഡ് ജനറേഷൻ, ഓക്കെ, ഇത് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. സെക്കൻഡ് ജനറേഷൻ എന്താണ്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, ന്യൂ ഡ്രഗ്സ് ആണ്, അല്ലെ? ന്യൂ ഡ്രഗ്സിൽ ഉള്ളവർക്ക് എന്താണ് ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറവാണ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ച് എന്താണ് വെയിറ്റ് ഗെയിൻ, ഡയബറ്റിസ്, അല്ലെ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് അല്ലെങ്കിൽ ന്യൂവർ ഡ്രഗ്സിന് കൂടുതലും മെറ്റബോളിക് സിംറ്റംസ് ആണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സിന് എന്താണ്? കൂടുതലും എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ആണ്. ഓക്കെ, ഓൾഡ് ജനറേഷൻ that means movement side effects, new generation that means metabolic side effects. Second generation antipsychotic drugs ne kurichum kuda nokam, that is newer drugs. Okay, this drugs is also called newer drugs എന്നും കൂടെ ആണത് അറിയപ്പെടുന്നത്. And it block dopamine D2 and serotonin 5-HT2. Okay, dopamine and serotonin are brain chemicals. We call them neurotransmitters. But to work, they must attach to special receptors. Okay, dopamine serotonin activate ആകണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള റിസപ്റ്റേഴ്സുമായിട്ട് കണക്ട് ആവണം. അപ്പം ഡോപ്പമിൻ ആണെങ്കിൽ D2 റിസപ്റ്റേഴ്സിലും, സെറട്ടോണിൻ ആണെങ്കിൽ ഇവിടെ 5-HT2 റിസപ്റ്റേഴ്സിലുമാണ് കണക്ട് ആവേണ്ടത്. അല്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ലോക്ക്. ഓക്കെ, അപ്പം ഡോപ്പമിൻ എന്ന കീക്ക് വന്ന് തുറക്കാനുള്ള ലോക്കാണ് ഡോപ്പമിൻ D2. സെറട്ടോണിൻ എന്ന കീക്ക് വന്ന് തുറക്കാനുള്ള ലോക്കാണ് സെറട്ടോണിൻ 5-HT2. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഈ പറഞ്ഞ കെമിക്കൽസിന് ആക്ടിവേറ്റ് ആകണമെങ്കിൽ റിസപ്റ്റേഴ്സ് കൂടിയേ തീരും.
ഓക്കെ, ഇവിടെ ഇപ്പൊ ഒരു ഡൗട്ട് വരാം, എന്താണ് 5-HT എന്നുള്ളത്? 5-HT എന്നുള്ളത് സെറട്ടോണിന്റെ സയന്റിഫിക് നെയിം ആണ്. ദാറ്റ് ഇസ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ എന്നാണ് അത് പറയുന്നത്. അപ്പം 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ 2 റിസപ്റ്റേഴ്സിൽ ആക്ടിവേറ്റ് ആയെങ്കിലേ സെറട്ടോണിൻ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് ഈ 2 റിസപ്റ്റേഴ്സിനെയും ബ്ലോക്ക് ചെയ്യും. D2 ബ്ലോക്ക് ചെയ്യും, സെറട്ടോണിൻ 5-HT2 ബ്ലോക്ക് ചെയ്യും. മനസ്സിലായോ? സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ബ്ലോക്ക് ദീസ് 2 റിസപ്റ്റേഴ്സ് ആൻഡ് കൺട്രോൾ ദ മെന്റൽ സിംറ്റംസ്. ഓക്കെ, മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ മൂവ്മെന്റ് അല്ലെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് കുറവാണ്, കൂടുതലും മെറ്റബോളിക് പ്രോബ്ലംസ് ആണ്. അതായത് വെയിറ്റ് ഗെയിൻ, അല്ലെങ്കിൽ എന്താണ് ഷുഗർ, ഹൈ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് ഇവിടെ കൂടുതൽ. Okay, they cause fewer movements related to side effects like tremors, stiffness. Okay, adu koravana, but the problem is these drugs are more likely to cause metabolic side effects. Okay, patient may gain weight, have high blood sugar and develop high cholesterol. So it is important to monitor these patients for diabetic and obesity. Okay, appo 2 ഡ്രഗ്സും മനസ്സിലായി, എന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് മനസ്സിലായി. ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് 2 ടൈപ്സ് ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്ന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞില്ല. ഓൾഡ് ജനറേഷൻ ഡ്രഗ്സ് അല്ലെങ്കിൽ ഓൾഡ് ഡ്രഗ്സ് ആൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ്, സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് അല്ലെങ്കിൽ ന്യൂവർ ഡ്രഗ്സ്, രണ്ടും എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നത്. ഓൾഡ് ഡ്രഗ്സ് എന്ത് ചെയ്യുന്നു? D2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. ന്യൂല് വന്നപ്പോൾ D2 മാത്രമല്ല സെറട്ടോണിൻ 5-HT2 റിസപ്റ്റേഴ്സിനെയും കൂടെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ സെറട്ടോണിന്റെയും ഡോപ്പമിന്റെയും അതിന്റെ ടൂ മച്ച് ആയിട്ടുള്ള ആക്ടിവിറ്റിയെ കുറച്ച് എന്താണ് മെന്റൽ സിംറ്റംസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.